ആദ്യത്തെ കിളിക്കൊള്ളിൽ പ്രമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ സുധീഷിൻ്റെ അടുത്താണെങ്കിൽ സുഭാഷ് ചേട്ടൻ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. വിധവിധമായ ഡ്രസ്സ് ഇട്ട് സെൻറ്റും അടിച്ച് പോയി ബസ് സ്റ്റോപ്പിൽ പോയി നിന്നിട്ട് വായി നോക്കിയിട്ട് വന്നിട്ട് ഇപ്പം നീ ഒന്നും അറിഞ്ഞില്ലെന്നും പറഞ്ഞുകൊണ്ട് നീ നടിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നിധിയാണെങ്കിൽ പറയുന്നത് സുധീഷിന് ടെൻഷനൊന്നും ആവേണ്ട കാര്യമില്ല. സുധീഷിന് ആരെ വേണമെങ്കിലും സ്നേഹിക്കാം, ഏത് പെൺകുട്ടി വേണമെങ്കിലും സ്നേഹിക്കാം, ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനെന്തായാലും സുധീഷിനൊരു തടസ്സവും കാര്യങ്ങളും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട്. നിധി പറയുന്നുണ്ട് എന്തായാലും സുധീഷ് വിഷമിക്കേണ്ട, സുധീഷിൻ്റെ ഗായുവിൻ്റെ അടുത്ത് ഞാൻ പോയി സംസാരിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ക്ലിയർ ആക്കിയിട്ട് നിങ്ങളെ കല്യാണം ഞാൻ നടത്തി തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ സുധീഷിനാണെങ്കിൽ ആകെ ഷോക്കാവുന്നത് എന്താ ഇവിടെ നടക്കുന്നതെന്നൊന്നും അറിയാതെ കേട്ടോ. അങ്ങനെ നമ്മൾ നീതിയാണെങ്കിൽ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടാ ഞാനാണെങ്കിൽ പോയി ഗായത്രിയെ പോയി കൂട്ടിയിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. പറയുന്നത് അയ്യോ സുധീഷ് ഗായത്രി അല്ലേ ഗായു അല്ലേ, എന്നാലും ഞാൻ പോയി സുഭാഷ് ചേട്ടാ ഞാൻ കൂട്ടിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നികേഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. നികേഷ് എടാ വണ്ടി എടുക്കാമെന്നും പറഞ്ഞ് നമ്മൾ നിധിയും അത് നമ്മൾ നികേഷും കൂടെ പോകുന്നുണ്ട് കേട്ടോ നമ്മൾ ഗായത്രിയുടെ വീട്ടിലേക്ക്. അപ്പോഴത്തേക്കും നമ്മൾ ഭാസ്കരൻ പറയുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ അവളിവിടെ നിൽക്കാൻ പോകുന്നില്ലടാ, നിൻ്റെ കാര്യം പോയെന്നൊക്കെ പറയുന്നുണ്ട്, നിൻ്റെ ജീവിതം മൊത്തത്തിൽ പോയെന്നൊക്കെ പറയുന്നുണ്ട്. മൊത്തത്തിൽ നമ്മളെ സുധീഷാണെങ്കിൽ ഒരു മെൻ്റലായ പരുവത്തിൽ ഇപ്പം നമ്മളെ സുധീഷ് അവിടെ നിൽക്കും കേട്ടോ. പിന്നെ നമ്മൾ ഹരീഷും സുഭാഷ് ചേട്ടനൊക്കെ വീടൊക്കെ ഒതുക്കുകയും തൂക്കുകയും തുടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ സുധീഷിനാണെങ്കിൽ ഇരിക്കാനും വയ്യ നിൽക്കാനും പറ്റാത്ത അവസ്ഥയിൽ സുധീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ നിധി പോയാണെങ്കിൽ ഗായത്രിയെ കൊണ്ടുവരുമോ എന്നുള്ളൊരു ടെൻഷനിൽ നമ്മൾ സുധീഷാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങ് കിടന്ന് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളവിടെ സുഭാഷ് ചേട്ടനെയും ഹരീഷിനെയും ജോലി ചെയ്യാനൊന്നും താമസിക്കുന്നില്ല. ആരെങ്കിലും വന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ സുധീഷാണെങ്കിൽ എത്തി നോക്കുന്നുണ്ട് കേട്ടോ പുറത്തോട്ടൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ സുഭാഷ് ചേട്ടനൊക്കെ ആണെങ്കിൽ ചിരിയും വരെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മളെ നിധിയും നികേഷും കൂടെ ഗായത്രിയുടെ വീട്ടിലൊക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കാണിച്ചിരിക്കുന്ന വീഡിയോസ്. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ.